പണ്ടൊരിക്കൽ ഇറാഖ് എന്ന നാട്ടിൽ ബൈച്ചി എന്ന ഒരു ഗ്രാമമുണ്ടായിരുന്നു. അവിടെ കരീം, സലീം എന്ന രണ്ട് സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. കരീം ഭയങ്കര മടിയനായിരുന്നു. ഒരു ജോലിയും ചെയ്യാതെ മറ്റുള്ളവരോട് ഒരു കാരണവുമില്ലാതെ വഴക്കിന് പോകും. ആ സമയത്ത് അവന്റെ സുഹൃത്ത് സലീം അവന്റെ ബുദ്ധിസാമർഥ്യം കൊണ്ട് കരീമിനെ രക്ഷപ്പെടുത്തിക്കൊണ്ടുമിരുന്നു. ഒരു ദിവസം കരീം എന്തെങ്കിലും വ്യാപാരം ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. ഉടനെ തന്റെ പഴയ വീട് വിറ്റിട്ട് ആ പണം കൊണ്ട് അവൻ അത്തറുകുപ്പികൾ വാങ്ങി. ആ വാസനയുള്ള അത്തറുകുപ്പികൾ അവൻ ശ്രദ്ധയോടെ തന്റെ തോൾസഞ്ചിയിൽ വെച്ച് ബാഗ്ദാദ് എന്ന നഗരത്തിലേക്ക് അവൻ നടന്നുപോയി. കരീം രാവിലെ മുതൽ വൈകുന്നേരം വരെ നടന്നതിനാൽ അവൻ വളരെയധികം ക്ഷീണിതനായിരുന്നു. കുറച്ചുനേരം വിശ്രമിക്കാനായി അവൻ ഒരു ആൽമരത്തിന്റെ താഴെയിരുന്നു. കിടന്നുകൊണ്ടിരുന്നപ്പോൾ കരീമിന് തന്റെ തുണിയിൽ നിന്ന് വിയർപ്പിന്റെ നാറ്റം വന്നു. ഉടനെ അവൻ തന്റെ കയ്യിലുണ്ടായിരുന്ന പെട്ടി തുറന്ന് അതിൽ നിന്ന് നല്ല വാസനയുള്ള അത്തറുകുപ്പിയെടുത്തു. ആ അത്തറുകുപ്പിയിൽ നിന്ന് കുറച്ചെടുത്ത് അവൻ തന്റെ വസ്ത്രത്തിൽ പുരട്ടി. അവൻ അങ്ങനെ ചെയ്യുന്നത് മേലെ നിന്ന് ഒരു പ്രേതം കാണുന്നുണ്ടായിരുന്നു. അതിനും അത്തറ് പൂശണമെന്ന് ആഗ്രഹം തോന്നി. ഉടനെ ഒരു മനോഹരിയായ പെൺകുട്ടിയായി മാറി അത് കരീമിന്റെ മുന്നിൽ വന്നു നിന്നു. ചേട്ടാ, വാസനയുള്ള അത്തറ് പൂശാൻ എനിക്കും വലിയ ആഗ്രഹമാണ്, എനിക്കത് തരാമോ എന്ന് കരീമിനോടത് ചോദിച്ചു. ഈ കാട്ടിൽ ഇത്രയും മനോഹരിയായൊരു പെണ്ണോ, എവിടെ നിന്നായിരിക്കും ഇവൾ വന്നത് എന്ന് ചിന്തിച്ച് ഇതേതെങ്കിലും ഒരു പ്രേതമായിരിക്കുമെന്ന് വിചാരിച്ചു അവൻ. ഞാനെന്തിനാ നിനക്കിത് നൽകുന്നത്? നിനക്കിഷ്ടമുള്ള കുപ്പിയിലേക്ക് നീ പൊക്കോളൂ, നിന്റെ ശരീരം മുഴുവൻ നല്ല വാസനയായിരിക്കും എന്ന് പറഞ്ഞു കരീം. അത്തറ് പുരട്ടാനുള്ള ആഗ്രഹം കൊണ്ട് ഒന്നും തന്നെ ആലോചിക്കാതെ ആ പ്രേതം ഒരു ചെറിയ കുട്ടിയായിട്ട് മാറി അത്തറ് കുപ്പിയുടെ ഉള്ളിലേക്ക് പോയി തന്റെ ശരീരത്തിൽ മുഴുവൻ അത്തറ് പൂശി. ഉടനെ മറ്റൊന്നും ആലോചിക്കാതെ കരീം തന്റെ കയ്യിലുണ്ടായിരുന്ന മൂടി കൊണ്ട് ആ കുപ്പി മൂടി. അതിനുശേഷം ആ കുപ്പിയെ ഭദ്രമായി തന്റെ സഞ്ചിയിൽ വെച്ചു. യാ അല്ലാ, ഈ പ്രേതത്തിന്റെ കയ്യിൽ പെടാതെ രക്ഷപ്പെട്ടു. അതുമാത്രമല്ല, ആ പ്രേതത്തിനെ ഈ കുപ്പിയിലാക്കുകയും ചെയ്തു. ഇനി പേടിക്കേണ്ട കാര്യമേ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ വീണ്ടും നടക്കാൻ തുടങ്ങി. അവൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു നല്ല കാര്യം അവൻ ചിന്തിച്ചു. ഗ്രാമങ്ങൾ മുഴുവൻ ഈ അത്തറുകുപ്പി വിൽക്കുകയാണെങ്കിൽ ഞാൻ എപ്പോഴാ പണക്കാരനാവുക? അതിനു പകരമായി നവാബിന്റെ അടുത്തു പോയി ഈ അത്തറുകുപ്പികളെല്ലാം കൊടുക്കുകയാണെങ്കിൽ തനിക്ക് നല്ല പാരിതോഷികം ലഭിക്കും എന്നവൻ വിചാരിച്ചു. ഉടനെ കരീം രാജകൊട്ടാരത്തിന്റെ വാതികൽ പോയി നിന്നുകൊണ്ട് കാവൽക്കാരോട്, സൈനികരെ, എനിക്ക് നവാബിനെ ഒന്ന് കാണാൻ സാധിക്കുമോ എന്നവരോട് ചോദിച്ചു. അപ്പോൾ അവർ, നിങ്ങൾ എവിടുന്നാ വരുന്നത്? എന്തിനാ അവരെ കാണുന്നത് എന്നവനോട് ചോദിച്ചു. ഞാനൊരു അത്തർ വ്യാപാരിയാണ്. പല നാടുകളിൽ നിന്ന് വാസനയുള്ള അത്തറുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് നവാബിന് സമ്മാനമായി കൊടുക്കാന്ന് കരുതി വന്നതാണ് എന്ന് പറഞ്ഞു കരീം. ഉടനെ കാവൽക്കാർ കരീമിനെ നവാബിന്റെ അടുത്ത് കൊണ്ടുപോയി നവാബിനോട് കരീമിനെ കുറിച്ച് എല്ലാ വിവരങ്ങളും പറഞ്ഞു. പ്രഭു, രാജകുമാരിയുടെ വിവാഹമാണെന്ന് അറിഞ്ഞു. എന്റെ കയ്യിലുള്ള ഈ വിലയേറിയ അത്തറുകുപ്പികൾ വിവാഹ സമ്മാനമായി കൊടുക്കാൻ ഞാൻ കൊണ്ടുവന്നതാണ് എന്ന് വിനീതനായി അവൻ പറഞ്ഞു. അപ്പോൾ നവാബ് തന്റെ മകളെ വിളിപ്പിച്ച് വിലയേറിയ അത്തറുകുപ്പികൾ കാണിച്ച്, മോളെ, ഇത് വളരെ വിലയേറിയ അത്തറുകുപ്പികളാണ്. നിനക്കിതിൽ ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് പറയൂ എന്ന് അദ്ദേഹം പറഞ്ഞു. ശരി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അത്തറുകുപ്പിയെടുത്ത് തുറന്ന് വാസന നോക്കി രാജകുമാരി. അതിനുശേഷം ബോധം പോയ പോലെ രാജകുമാരി ഭ്രാന്തിയെപ്പോലെ എന്തൊക്കെയോ പിറുപിറുത്തുകൊണ്ടിരുന്നു. ഇത് കണ്ട് രാജകൊട്ടാരത്തിലുണ്ടായിരുന്ന എല്ലാവരും ഒന്നും പറയാനാകാതെ വായടച്ചു നിന്നുപോയി. ഇത്രയും നേരം ഒരു കുഴപ്പവുമില്ലാതിരുന്ന എന്റെ മകൾ അത്തറുകുപ്പി മണപ്പിച്ചതും ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നവാബ് വളരെയധികം വേദനിച്ചു. കരീം ശത്രുരാജ്യത്തു നിന്ന് വന്ന എതിരാളിയാണെന്ന് വിചാരിച്ചുകൊണ്ട് ദേഷ്യത്തോടെ, നീ ചെയ്ത ഈ തെറ്റിന് നിനക്ക് ഞാൻ മരണശിക്ഷ വിധിക്കുന്നു. വരുന്ന അമാവാസി ദിവസത്തിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇവന്റെ ശിക്ഷ നടപ്പിലാക്കണം എന്ന് തീർപ്പ് കൽപ്പിച്ചു. അപ്പോൾ കരീം, മഹാപ്രഭു, എന്നോട് ക്ഷമിക്കണം, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. ഞാനിങ്ങോട്ട് വരുമ്പോൾ വഴിയിൽ വെച്ച് ഒരു പ്രേതം എന്റെ അടുത്തേക്ക് വന്നു. അതിന് ഞാൻ തന്ത്രപൂർവം ഒരു അത്തറുകുപ്പിയിൽ അടച്ചുവെക്കുകയും ചെയ്തു. ആ അത്തറുകുപ്പിയാണ് രാജകുമാരി ഇപ്പോൾ തുറന്നത്. അതിൽ ഞാൻ അടച്ചുവച്ചിരുന്ന പ്രേതം രാജകുമാരിയുടെ ദേഹത്ത് കയറിയിരിക്കുകയാണ് എന്നവൻ എല്ലാ വിവരങ്ങളും പറഞ്ഞു. അപ്പോൾ നവാബ്, നീ ചെയ്തതെല്ലാം മതി, ഇങ്ങനെ നുണക്കഥകളൊന്നും പറയേണ്ട ഒരു കാര്യവുമില്ല എന്നിട്ട് ദേഷ്യത്തോടെ, ഈ രാജ്യദ്രോഹിയെ ഇപ്പോൾ തന്നെ കാരാഗ്രഹത്തിൽ അടയ്ക്കൂ എന്ന് ഉത്തരവിടുകയും ചെയ്തു.
ശിക്ഷ നടപ്പിലാക്കുന്നതിന് തലേദിവസം കരീമിനോട് എന്തെങ്കിലും അവസാനത്തെ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചു രാജാധികാരി. അപ്പോൾ കരീം, എന്റെ കളിക്കൂട്ടുകാരൻ സലീമിനെ ഒരു തവണ എനിക്ക് കാണണമെന്നുണ്ട്. അവനോട് എനിക്ക് മനസ്സ് തുറന്ന് സംസാരിക്കണം എന്നവൻ പറഞ്ഞു. കരീമിന്റെ അവസാനത്തെ ആഗ്രഹം നിറവേറ്റാൻ അവർ സലീമിനെ വരുത്തി. കരീം സലീമിനോട് നടന്നതെല്ലാം പറഞ്ഞു. കൂട്ടുകാരാ, നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, നിന്നെ ഞാൻ രക്ഷിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സലീം നവാബിനെ കാണാനായി പോയി. മഹാപ്രഭു, ഞാൻ കരീമിന്റെ സുഹൃത്താണ്. എന്റെ പേര് സലീം. എന്റെ സുഹൃത്ത് നിരപരാധിയാണ്. അവനെ ദയവായി വിട്ടയക്കണം. ഞാൻ രാജകുമാരിയുടെ മേലുള്ള പ്രേതത്തെ വിട്ടയക്കാം എന്നവൻ പറഞ്ഞു. അപ്പോൾ നവാബ് ദേഷ്യത്തോടെ, ഒന്ന് നിർത്തുന്നുണ്ടോ നിങ്ങളുടെ കളികളൊക്കെ? രാജകുമാരിയെ കാണുമ്പോൾ എന്റെ മനസ്സ് വേദനിക്കുന്നു. നിനക്കും ഞാൻ മരണശിക്ഷ വിധിക്കും. മര്യാദയ്ക്ക് പൊക്കോ ഇവിടുന്ന്. അങ്ങനെ ആജ്ഞാപിച്ചു. അപ്പോൾ സലീം, മഹാപ്രഭു, എനിക്ക് ഒരു തവണയെങ്കിലും അവസരം തരൂ. രാജകുമാരിയുടെ മേൽ കയറിയ പ്രേതത്തെ ഞാൻ ഓടിച്ചില്ലെങ്കിൽ അതിനു പകരമായി നിങ്ങൾ തരുന്ന ഏത് ശിക്ഷയും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് എന്നവൻ പറഞ്ഞു. എന്തായാലും അവൻ പറയുന്നത് കേൾക്കാമെന്ന് വിചാരിച്ചു നവാബ്. ശരി, നിനക്ക് ഒരേ ഒരു തവണ അവസരം തരാം എന്ന് പറഞ്ഞു നവാബ്. അപ്പോൾ സലീം, രാജകുമാരിയെ അടച്ചുവെക്കാൻ പാകത്തിന് ഒരു വലിയ കുപ്പിയും അതിന്റെ മൂടിയും തരിക എന്നവൻ ചോദിച്ചു. അതിനുശേഷം സലീം കാവൽക്കാരെ അയച്ചിട്ട് രാജകുമാരിയെ ആ കുപ്പിയിലാക്കി അടയ്ക്കാനായി പറഞ്ഞു. രാജകുമാരിയുടെ മേൽ കയറിയ ആ പെൺപ്രേതം അത് കേട്ടിട്ട് വീണ്ടും തന്നെ കുപ്പിയിലാക്കി അടയ്ക്കാൻ പോവുകയാണെന്ന വിവരം അറിഞ്ഞിട്ട് ഉടനെ രാജകുമാരിയുടെ ദേഹത്തു നിന്നും പുറത്തു വന്നിട്ട് അത് എവിടേക്കോ പോയി മറിഞ്ഞു. പ്രേതം ദേഹത്തു നിന്നും പോയ ഉടനെ കുറച്ചു നേരത്തിനുള്ളിൽ രാജകുമാരി ബോധം കെട്ടു വീണു. സലീം കുറച്ച് വെള്ളമെടുത്ത് രാജകുമാരിയുടെ മുഖത്ത് തളിച്ചു. ഉടനെ രാജകുമാരി കണ്ണു തുറന്നു നോക്കി. എന്നിട്ട് അവിടെ എഴുന്നേറ്റിരുന്നു. അവൾ ഒന്നും മനസ്സിലാകാതെ, അച്ഛാ, എനിക്ക് എന്താ സംഭവിച്ചത്? എന്തിനാ ഈ വലിയ കുപ്പിയുണ്ടാക്കിയിരിക്കുന്നത് എന്നവൾ സാധാരണ ചോദിക്കുന്നത് പോലെ ചോദിച്ചു. തന്റെ മകൾ പഴയ സ്ഥിതിയിലേക്ക് വന്നത് കണ്ട് നവാബിന് സന്തോഷം സഹിക്കാനായില്ല. സലീം ചെയ്ത സഹായത്തിന് വെറും നന്ദിവാക്കുകൾ മാത്രം പറയാതെ അവന് പണം പാരിതോഷികമായി കൊടുക്കുകയും ചെയ്തു. അപ്പോൾ സലീം, മഹാപ്രഭു, എന്റെ ചെറിയൊരു അപേക്ഷ നിങ്ങൾ നിറവേറ്റണം. എന്റെ സുഹൃത്തിന് നിങ്ങൾ കൊടുത്ത ശിക്ഷ ഒഴിവാക്കാൻ കനിവുണ്ടാകണം എന്നവൻ താഴ്മയോടെ പറഞ്ഞു. സലീമിന് തന്റെ സുഹൃത്തിനോടുള്ള സ്നേഹം മനസ്സിലാക്കി നവാബ് കരീമിനെ വെറുതെ വിടാൻ ആജ്ഞാപിച്ചു.